നിയമസഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ കണ്ണൂരിൽ രാഷ്ട്രീയ ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഏപ്രിൽ 10-ന് മട്ടന്നൂർ, പയ്യന്നൂർ, തളിപ്പറമ്പ് തുടങ്ങിയ പ്രദേശങ്ങളിൽ വീടുകൾക്കും പാർട്ടി ഓഫീസുകൾക്ക് നേരെയാണ് ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. CPM, കോൺഗ്രസ്, BJP പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടി. പോലീസ് ആക്രമണം നടന്ന സ്ഥലങ്ങളിൽ സുരക്ഷ വർദ്ധിപ്പിച്ച് അന്വേഷണം ആരംഭിച്ചു. തെരഞ്ഞെടുപ്പിലെ പരാജയ ഭീതി മൂലം CPIM ആക്രമണം അഴിച്ചുവിട്ടുവെന്ന് BJP ആരോപിച്ചു. മയിലിലെ ആക്രമണത്തിന് പിന്നിൽ CPIM ആണെന്ന് കോൺഗ്രസ് ആരോപിച്ചു. തെരഞ്ഞെടുപ്പ് ദിവസം പയ്യന്നൂരിൽ കത്തിക്കുത്ത് ഉൾപ്പെടെയുള്ള ആക്രമണങ്ങളിൽ നിരവധി പേർക്ക് പരിക്കേറ്റു. തളിപ്പറമ്പിൽ ആക്രമണത്തിൽ പ്രതിഷേധിച്ച് CPIM, കോൺഗ്രസ് പ്രവർത്തകർ തമ്മിലടിച്ചു. മയിലിൽ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഓഫീസ് അടിച്ചു തകർത്തു. പയ്യന്നൂരിൽ CPIM അംഗത്തിൻ്റെ വീടിന് നേരെ ആക്രമണം ഉണ്ടാവുകയും കാറ് കത്തിക്കുകയും ചെയ്തു. മട്ടന്നൂരിൽ BJP ബൂത്ത് ഏജന്റിൻ്റെ വീടിന് നേരെ ആക്രമണം ഉണ്ടായതായി ആരോപണമുണ്ട്. ഗാർഹിക പാചകവാത സിലിണ്ടറുകളുടെ ലഭ്യത കേന്ദ്ര സർക്കാർ 100% ഉറപ്പുവരുത്തിയിട്ടുണ്ടെന്ന് പെട്രോളിയം മന്ത്രാലയം. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിതരണം ഉറപ്പാക്കുവാൻ എല്ലാ നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. डोमेस्टिक कंज्यूमर को प्रायोरिटाइज किया गया और घरेलू यूज़ के लिए LPG की सप्लाई 100% इंश्योर की गई है. हमारे किसी भी LPG डिस्ट्रीब्यूटर पर कोई ड्राई आउट रिपोर्टेड नहीं है. कल കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങളിൽ അടക്കം 9 ഇന്ത്യൻ നഗരങ്ങളിലേക്കുള്ള ദമ വഴി പ്രഖ്യാപിച്ച സർവീസ് ജസീറ എയർലൈൻസ് റദ്ദാക്കി. റിപ്പോർട്ട്. കോയമ്പത്തൂർ, ഗോവ, കണ്ണൂർ, കോഴിക്കോട്, ലക്നൗ, മധുരൈ, മംഗളൂരു, തിരുച്ചിറപ്പള്ളി, വിജയവാഡ എന്നിവിടങ്ങളിലേക്കുള്ള സർവീസുകൾ മെയ് 15 വരെയാണ് റദ്ദാക്കിയത്. പ്രവർത്തനപരമായിട്ടുള്ള കാരണങ്ങളാലാണ് നടപടിയെന്നാണ് ജസീറ എയർലൈൻസ് അറിയിച്ചത്. ഈ വിമാനങ്ങളിൽ ബുക്ക് ചെയ്ത യാത്രക്കാർക്ക് മുഴുവൻ തുകയും റീഫണ്ട് ചെയ്യും. റീഫണ്ടിനായി യാത്രക്കാർക്ക് ട്രാവൽ ഏജന്റുമാരെയോ ബുക്കിംഗ് പ്ലാറ്റ്ഫോമുകളെയോ ബന്ധപ്പെടാം. ജസീറ എയർലൈൻസിൻ്റെ വെബ്സൈറ്റ്, ആപ്പ് എന്നിവ വഴിയുള്ള ബുക്കിങ്ങുകൾക്ക് റീഫണ്ടുകൾ അതേവഴി പ്രോസസ്സ് ചെയ്യാം. ഏപ്രിൽ 8 മുതൽ ബുധൻ, ഞായർ ദിവസങ്ങളിൽ കോഴിക്കോട്ടേക്കും ഏപ്രിൽ 14 മുതൽ ചൊവ്വ, വെള്ളി ദിവസങ്ങളായി കണ്ണൂരിലേക്കും ഈ ആഴ്ചയിൽ 2 സർവീസുകളാണ് കുവൈറ്റിൽ നിന്നും ദമാം വഴി ജസീറ എയർലൈൻസ് പ്രഖ്യാപിച്ചത്.